വുമൻസ് ടീമിന്റെ കോച്ച് ആവുന്നതിന്റെ ജേർണി എന്തായിരുന്നു? അതിൽ എന്തൊക്കെ എക്സ്പീരിയൻസസ് യൂണിക് ആയിട്ടുണ്ടായിരുന്നു? ഇപ്പോൾ ക്രിക്കറ്റ് കോച്ചസിനെ നിങ്ങൾ എടുത്തു നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും കൂടുതൽ ആൾക്കാരും ക്രിക്കറ്റുമായി കളിച്ച് വന്നവരായിരിക്കും. അപ്പം ഞാനും അതുപോലത്തെ കേരളത്തിലെ ജൂനിയർ ക്രിക്കറ്റ് കേരള സ്റ്റേറ്റിന് വേണ്ടി കളിച്ച് അപ്പം നമ്മളൊരു പാഷനായിട്ടാണ് ഈ ജോലി. ഇപ്പോൾ ടീച്ചേഴ്സ് ആയിക്കോട്ടെ ഒരു പാഷൻ കമ്മിറ്റ്മെന്റ് ആണ്, നമുക്ക് പെട്ടെന്ന് ഇട്ടെറിഞ്ഞ് പോകാൻ പറ്റില്ല. കറക്റ്റ്. ഇപ്പൊ കമ്മിറ്റ്മെന്റ് ആണ്. അപ്പൊ ആ ഒരു പാഷന് ഇല്ല ആൾക്കാർക്കാണ് ഇങ്ങനത്തെ ജോബ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ കോച്ചിങ് എന്ന് പറയുന്ന സമയത്ത് ഒരു പാഷനാണ്. അപ്പൊ നമ്മള് ഇനീഷ്യലി ക്രിക്കറ്റിനെ പറ്റി എല്ലാവർക്കും അറിയാൻ പറ്റും. ഇന്ത്യയിൽ എല്ലാവരും ദൈവത്തിന് പോലെ കാണുന്നതാണ് ക്രിക്കറ്റ്. സോ നമ്മളും അതുപോലെ ക്രിക്കറ്റ് കളിച്ചു വന്ന ഒരു സമയത്ത് ക്രിക്കറ്റ് സ്റ്റോപ്പ് ചെയ്ത്, പക്ഷെങ്കിൽ അതിലൂടെ തന്നെ കരിയർ ചൂസ് ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞ് KCA എക്സാംസ് കണ്ടക്ട് ചെയ്യും. KCA മീൻസ് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ. അതിന്റെ മുകളിലാണ് BCCI. BCCIന്റെ ഒരു ഓർഗനൈസേഷൻ ആണ് KCA. അപ്പൊ അവരെ എക്സാം കണ്ടക്ട് ചെയ്യും, എക്സാം പാസ്സാവും. അപ്പോൾ ഞാൻ ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് KCAന്റെ എംപ്ലോയി ആണ്, കേരള ക്രിക്കറ്റ് അസോസിയേഷനിലെ എംപ്ലോയി ആണ് ഞാൻ. അപ്പോൾ അതാണ് എൻ്റെ ജേണി. പ്ലെയറിന്ന് ഓൾറെഡി KCAയിലെ എക്സാം പാസ്സായി. അഗെയിൻ നമ്മൾ ഇഷ്ടപ്പെടുന്ന ജോലി ചെയ്യുന്ന സമയത്ത് നമുക്ക് അവർ ജോലിയായിട്ട് തോന്നില്ല. സോ അതിപ്പോൾ എൻജോയ് ചെയ്തിരിക്കുകയാണ്. ലാസ്റ്റ് 10 years ഞാൻ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇൻസ്പിറേഷൻ എന്ന് പറയുന്ന സമയത്ത് എപ്പോഴും പാരൻസ് ആയിരിക്കും. പാരൻസ് പണ്ട് കളിക്കാൻ വിട്ടതുകൊണ്ടാണ് ക്രിക്കറ്റിലേക്ക് എത്തിയത്. അഗെയിൻ സ്കൂളിന് നല്ല റോളുണ്ട്. സ്കൂൾ എപ്പോഴും സ്പോർട്ട്, ഞാൻ പഠിച്ച തലശ്ശേരി സെന്റ് ജോസഫ്സിലായിരുന്നു. അവിടെ എപ്പോഴും ക്രിക്കറ്റ് ആർട്സ് എല്ലാത്തിനും പ്രൊമോഷൻ ആയിരുന്നു. സ്കൂളിൽ നമ്മൾ എന്തിനാ വരുന്നത്? പഠിക്കാൻ മാത്രം എല്ലാം വേണം. പഠിക്കണം, കളിക്കണം, എൻജോയ് ചെയ്യണം. ആ ഒരു അഗെയിൻ സോഷ്യൽ വെൽബീങ് ആയിട്ട് എങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും, അതുകൊണ്ടാണ് സ്കൂൾ. എൻ്റെ ഒരു തോട്ടിൽ അതാണ്. സ്കൂൾ എന്ന് പറഞ്ഞാൽ ഒരു നമ്മളെ ഐ ഓപ്പണിംഗ് ആണ്. അപ്പൊ നമുക്ക് ഓരോ ലൈറ്റ് കാണിച്ചു തരും എങ്ങോട്ടേക്കാണ് പോകേണ്ടതെന്നുള്ളത്. അപ്പോൾ പാരൻസ് ഉണ്ട്, സ്കൂളുണ്ട്, അതുപോലെ കൂടെ കളിച്ച ആൾക്കാരുണ്ട്, നമ്മുടെ കോച്ചസ് ഉണ്ട്. അപ്പോൾ ഇതൊരു ചെയിനാണ്. അപ്പോൾ അവരെല്ലാം നമ്മൾ ഇൻസ്പയർ ചെയ്യും. നമ്മളെ എപ്പോഴാണ് പോക്കേണ്ടത് അടുത്ത ലെവലിൽ കൊണ്ടുവന്ന സമയത്ത് നമ്മൾ ഹെൽപ്പ് ചെയ്യും. മെന്ററിങ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഇന്നത്തെ ഫീൽഡിൽ. നമ്മൾ +2 കഴിഞ്ഞ് എന്ത് ചെയ്യണം, പിന്നെ ഗുഡ് മെന്റർ ഉണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് എളുപ്പമായിരിക്കും. നമ്മൾ പിന്നെ വെയിറ്റ് ചെയ്യേണ്ടി വരും 1 വർഷം. അപ്പം നല്ല മെന്റേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് 10 വർഷം എളുപ്പമായിരിക്കും. ഇവിടുത്തെ സ്റ്റേഡിയം എന്ന് പറയുന്ന സമയത്ത് എൻ്റെ ഒരു അറിവിൽ ധർമ്മശാല കഴിഞ്ഞ ഇന്ത്യയിൽ ധർമ്മശാല കഴിഞ്ഞ 2ാമത്തെ സ്റ്റേഡിയം ആയിരിക്കും മിക്കവാറും ഹൈ ആൾട്ടിറ്റ്യൂഡ്. ഓൾറെഡി വയനാടിനെ പറ്റി എല്ലാവർക്കും അറിയാം എത്ര ബ്യൂട്ടിഫുൾ ആണെന്നുള്ളത്. ഈ സ്റ്റേഡിയത്തിൽ ഓൾറെഡി ഇതിനു മുമ്പിൽ ഇന്ത്യ മാച്ച് നടന്നിരുന്നു. ഇന്ത്യയെ സൗത്ത് ആഫ്രിക്കയെ. ആ സമയത്തൊക്കെ ഭയങ്കര ആൾക്കാരാണ്. ഇപ്പം ഗ്രൗണ്ട് കാണാൻ ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നുണ്ട്. ഓൾറെഡി അറിയാം ക്രിക്കറ്റോട് സ്നേഹമുള്ള ആൾക്കാർ കൂടുതൽ വരും. അതുപോലെ ഗ്രൗണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും എത്ര ബ്യൂട്ടിഫുൾ ആണെന്നുള്ളത്. ഇന്നത്തെ ബ്യൂട്ടിഫുൾ രാഹുൽ ദ്രാവിഡോട് വന്നിരുന്നത് ഇപ്പം ഭയങ്കര ആ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡർബൻ സൗത്ത് ആഫ്രിക്കയിൽ ഇതുപോലെ ഗ്രൗണ്ട് ഉണ്ട്. അതിന് റിലേറ്റ് ചെയ്തിട്ട് ഓൾറെഡി ക്രിക്കറ്റ് വളരുന്ന സമയത്ത് ഇതുപോലെ ടൂറിസം വളരും. ഇപ്പോ അടുത്ത 2 വർഷത്തേക്ക് ഈ ഗ്രൗണ്ട് സ്റ്റേഡിയം എങ്ങനെ സാറ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുന്നു? ഇപ്പൊ ഗ്രൗണ്ടിന്റെ മെയിൻ്റെനൻസ് ആണോ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ മാച്ചസ് മീൻസ് ഇന്റർനാഷണൽ ലെവലിലേക്കുള്ള ഒരു മാച്ചസ് ഒക്കെ ഇവിടേക്ക് കണ്ടക്ട് ചെയ്യാൻ സാധിക്കും? ഇതിനു മുമ്പിൽ നടന്നിട്ടുണ്ടായിരുന്നു ഇവിടെ ഇന്ത്യ എ ടൂർണമെന്റ്സ്. ഇപ്പൊ ഇന്റർനാഷണൽ വരുന്ന സമയത്ത് ഇപ്രാവശ്യം ഡിഫറെന്റാണ്. ഗാലറി വേണം, കുറെ കാര്യങ്ങളുണ്ട്. ഇവിടെ ഇപ്പോൾ ഇന്ത്യ ഡൊമസ്റ്റിക് മാച്ചസ് അല്ല അൺഒഫീഷ്യൽ മാച്ചസ് ഇവിടെ നടത്തിയിട്ടുണ്ടായിരുന്നു. ഇന്ത്യയെ, സൗത്ത് ആഫ്രിക്കയെ, ഇന്ത്യ ഇംഗ്ലണ്ട് ഒക്കെ. അപ്പോൾ അടുത്ത 2 വർഷം നോക്കുകയാണെങ്കിൽ ഇതുപോലെ മാച്ചിന്റെ ഗ്രൗണ്ടിന്റെ അവൈലബിലിറ്റി അവർ നോക്കി എങ്ങനെ പ്ലേസ് ചെയ്യുന്ന പോലെ ഇരിക്കും. ഇപ്പോ അടുത്ത 2 വർഷത്തേക്ക് ഈ ഗ്രൗണ്ട് സ്റ്റേഡിയം എങ്ങനെ സാറ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുന്നു? ഇപ്പൊ ഗ്രൗണ്ടിന്റെ മെയിൻ്റെനൻസ് ആണോ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ മാച്ചസ് മീൻസ് ഇന്റർനാഷണൽ ലെവലിലേക്കുള്ള ഒരു മാച്ചസ് ഒക്കെ ഇവിടേക്ക് കണ്ടക്ട് ചെയ്യാൻ സാധിക്കും? ഇതിനു മുമ്പിൽ നടന്നിട്ടുണ്ടായിരുന്നു ഇവിടെ ഇന്ത്യ എ ടൂർണമെന്റ്സ്. ഇപ്പൊ ഇന്റർനാഷണൽ വരുന്ന സമയത്ത് ഇപ്രാവശ്യം ഡിഫറെന്റാണ്. ഗാലറി വേണം, കുറെ കാര്യങ്ങളുണ്ട്. ഇവിടെ ഇപ്പോൾ ഇന്ത്യ ഡൊമസ്റ്റിക് മാച്ചസ് അല്ല അൺഒഫീഷ്യൽ മാച്ചസ് ഇവിടെ നടത്തിയിട്ടുണ്ടായിരുന്നു. ഇന്ത്യയെ, സൗത്ത് ആഫ്രിക്കയെ, ഇന്ത്യ ഇംഗ്ലണ്ട് ഒക്കെ. അപ്പോൾ അടുത്ത 2 വർഷം നോക്കുകയാണെങ്കിൽ ഇതുപോലെ മാച്ചിന്റെ ഗ്രൗണ്ടിന്റെ അവൈലബിലിറ്റി അവർ നോക്കി എങ്ങനെ പ്ലേസ് ചെയ്യുന്ന പോലെ ഇരിക്കും.